അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, മനുഷ്യന് അല്ലാഹു തആല കൊടുത്ത സവിശേഷതയാണ് മനുഷ്യന്റെ ബുദ്ധിശക്തി, ഗ്രാഹ്യശക്തി എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. വേറൊരു ജീവജാലങ്ങൾക്കും അല്ലാഹു തആല കൊടുക്കാതെ മനുഷ്യനെ മാത്രം അല്ലാഹു തആല പ്രത്യേകമാക്കിയതാണ് ബുദ്ധി. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയാണ്, ബുദ്ധി വിൽക്കപ്പെടുമെങ്കിൽ മാർക്കറ്റിൽ എത്ര വില കൊടുത്തിട്ടും ആളുകൾ ബുദ്ധി കൈവശപ്പെടുത്തുമായിരുന്നു. അപ്പോൾ പിന്നെ ആ ബുദ്ധി നശിപ്പിക്കുന്ന സാധനം പൈസ കൊടുത്ത് വാങ്ങുന്നവരുടെ കാര്യം കഷ്ടമാണ് എന്ന് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു. ബുദ്ധി നശിപ്പിക്കുന്ന വസ്തു ഏതാ? ലഹരി പദാർത്ഥങ്ങൾ, നാർക്കോട്ടിക് ഐറ്റംസ്, കള്ള്, കഞ്ചാവ് തുടങ്ങിയ വസ്തുക്കൾ. ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ വാങ്ങിയിട്ട് ബുദ്ധി നഷ്ടപ്പെടുത്തുന്ന ആളുകളുടെ കാര്യം കഷ്ടമാണ്. ബുദ്ധി വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ എത്ര പൈസ കൊടുത്തിട്ടും അത് വാങ്ങുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹു. ഒരു അയറാബി ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുമ്പോ ഒരു കൂട്ടം ആളുകൾ കള്ളു കുടിക്കുന്നു. അപ്പൊ അയറാബിയെ ക്ഷണിച്ചപ്പോ അയറാബി പറയാണ്, ലാ അഷ്റബു മാ യഷ്റബു അഖിലി, എന്റെ ബുദ്ധി കുടിച്ചു തീർക്കുന്ന സാധനം ഞാൻ കുടിക്കൂല എന്ന് അയറാബി പറയാ. എന്റെ ബുദ്ധി കുടിച്ചു തീർക്കുന്ന ഒരു വസ്തുവിനെ ഞാൻ കുടിക്കൂല എന്ന്. പ്രിയപ്പെട്ടവരെ, ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ വ്യാപകമായിട്ട് സമൂഹത്തിൽ അതിന്റെ ഡീല് നടക്കുകയാണ്, അതിന്റെ ഉപയോഗം നടക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത് തന്നെ എന്തിനാ? ഖുർആൻ പറയുന്നുണ്ട്, വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്തി വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. നബിതങ്ങളെ നിയോഗിച്ചതിന്റെ പ്രധാന ദൗത്യം തന്നെ യുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത്, നല്ല വസ്തുക്കൾ ഹലാലാക്കി കൊടുക്കുക, അത് അനുവദനീയമാണ് എന്ന് പ്രഖ്യാപിക്കുക. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, മോശമായത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഹറാമാണ് എന്ന് പ്രഖ്യാപിക്കാനാണ് അള്ളാഹുവിന്റെ റസൂലിനെ നിയോഗിച്ചത്. ഈ മോശമായ കാര്യങ്ങളെ കൂട്ടത്തിൽ പെട്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഓരോ ദിവസവും പത്രത്തിൽ വായിക്കുന്നില്ലേ, പിതാവ് മകളെ ഗർഭിണിയാക്കി, മകൻ അമ്മയെ വെട്ടിക്കൊന്നു, പിതാവ് മകനെ വെട്ടിക്കൊന്നു. ഇതൊക്കെ എങ്ങനെയായി സംഭവങ്ങൾ നടക്കുന്നത്? മകൻ എങ്ങനെയാണ് ഉമ്മാനെ വെട്ടിക്കൊല്ലുന്നത്? ബാപ്പ എങ്ങനെയാണ് മകളെ ഗർഭിണിയാക്കുന്നത്? ഖുർആൻ അത് പറയുന്നുണ്ട്, ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംർ. ഇന്നമാ യുരീദു ശൈത്താൻ, ശൈത്താൻ ഉദ്ദേശിക്കുന്നത് അൻ യൂഖിഅ ബൈനകുമുൽ അദാവ വൽ ബഗ്ളാഅ ഫിൽ ഖംർ, കള്ളിലൂടെ നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കാൻ. അതുകൊണ്ടാണ് ആറ്റുനോറ്റു നോക്കിയ മോന് ഉമ്മാനെ വെട്ടിക്കൊല്ലുന്നത്. ലഹരിയുടെ ഇൻഫ്ലുവൻസിലാണ്. ശൈത്താൻ ഉദ്ദേശിക്കുന്നത് കള്ളിലൂടെ നിങ്ങളിൽ ശത്രുത ഉണ്ടാക്കാനാണ്, വിദ്വേഷമുണ്ടാക്കാനാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ഉമ്മയെ തിരിച്ചറിയാൻ പറ്റാത്ത, മകളെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുന്നത് ലഹരിയുടെ ഉപയോഗം കൊണ്ടാണ്. നമ്മുടെ പുതിയ സംവിധാനങ്ങളൊക്കെ മദ്യലഹരിയിൽ വെട്ടിക്കൊന്നു, മദ്യലഹരിയിൽ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു സിമ്പിൾ ആയിട്ട് കാണാണ്, അത് മദ്യലഹരിയിലല്ലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇസ്ലാം അവിടെ കടുംപിടുത്തം പിടിച്ചിരിക്കുകയാണ്. മദ്യലഹരിയിൽ ത്വലാക്ക് ചെല്ലിയാലും ത്വലാക്ക് പോകും. എന്തിനാ മദ്യം കുടിക്കണ്? മദ്യം കുടിക്കാൻ പാടില്ലല്ലോ. അപ്പൊ മദ്യലഹരിയിൽ ത്വലാക്ക് ചെല്ലിയാൽ ത്വലാക്ക് പോകും. മദ്യലഹരിയിൽ എന്ത് ചെയ്താലും അതിന് ഗൗരവമുള്ള തെറ്റായിട്ട് എടുക്കുകയാണ്.
പരിശുദ്ധ ഇസ്ലാം ചെയ്യുന്നത്. പുതിയ സംവിധാനങ്ങൾ അങ്ങനെയല്ല, അത് മദ്യലഹരിയിലല്ലേ എന്ന് പറഞ്ഞിട്ട് ഓന്റെ കാര്യത്തിൽ ഒരു സിമ്പതി, ഒരു സഹതാപ തരംഗം ഉണ്ടാക്കിയെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് ഈ നാർക്കോട്ടിക് ഐറ്റംസിന്റെ കാര്യമാണ്. വേദനയുള്ള ആളുകളുടെ വേദന ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തആല അത് പടച്ചത് തന്നെ എന്ന് കാണാം. അല്ലാമ ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫയിൽ പറയുന്നുണ്ട്, പഴുത്ത അവയവം മുറിച്ചു മാറ്റാൻ വേണ്ടി ഇത്തരം ലഹരി കൊടുത്തിട്ട് അദ്ദേഹത്തെ മയക്കാൻ പറ്റുമെങ്കിൽ മയക്കിയിട്ടാണ് അത് ചെയ്യുക എന്ന് മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹു തആല ഇത് സൃഷ്ടിച്ചത് തന്നെ വേദന സംഹാരിയായിട്ടാണ്, പൈൻ കില്ലറായിട്ടാണ് പടച്ച റബ്ബ് ലഹരി പദാർത്ഥങ്ങളെ സൃഷ്ടിച്ചു വെച്ചത്. അതല്ലാതെ യഥേഷ്ടം മനുഷ്യന്റെ ബുദ്ധിയെ വികലമാക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ടാണ് ഇത്തരം മിശ്രിതം അടങ്ങിയ പല ടാബ്ലറ്റ്സുകളും മരുന്നുകളും ഡോക്ടേഴ്സിന്റെ കുറിപ്പില്ലാതെ മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടുകയില്ല. കാരണം അതിന്റെ നിയമം അങ്ങനെയാണ്. പക്ഷെ ഇതിലൊക്കെ പല സംവിധാനങ്ങളും പല ഉദ്യോഗസ്ഥരും കണ്ണി ചിമ്പുന്നത് കൊണ്ടാണ് ഇതൊക്കെ യഥേഷ്ടം മറ്റുള്ളവരുടെ കയ്യിൽ എത്തിപ്പെടുന്നത്. എന്താ സയനൈഡ് ആൾക്കാർക്ക് കിട്ടാത്തത്? എന്താ AK-47 ആർക്കും വാങ്ങാൻ കിട്ടുന്നില്ലല്ലോ. ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് AK-47 ചോദിച്ചാൽ കിട്ടുമോ? കിട്ടൂല. ബോംബും മിസൈലും ഇത്തരമൊന്നും ആർക്കും കിട്ടുന്നില്ല. എന്താ ഇത് മാത്രം ഇതിന്റെ ഡീൽ ഇങ്ങനെ നടക്കുന്നത്? യഥേഷ്ടം കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക് ഇത് കിട്ടുന്നത് എന്തുകൊണ്ടാ? അപ്പൊ പലരും ഈ വിഷയത്തിൽ കണ്ണ് ചിമ്മിയിട്ട് ഇതിന്റെ ബിസിനസ് നടന്നോട്ടെ, അതിന്റെ ലാഭത്തിന്റെ വിഹിതം കിട്ടുമെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടല്ലേ ഇതൊക്കെ നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വാലിഹീങ്ങളിൽപ്പെട്ട ചിലര് പറയുകയാണ്, എന്റെ മകൾ മരണപ്പെട്ടു. മകൾ മരണപ്പെട്ടതിന്റെ ശേഷം മകളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ചെറുപ്പക്കാരിയായ എന്റെ മകൾ ആകെ നരച്ചിരിക്കുന്നു. ഞാൻ അവളോട് ചോദിച്ചു, ദഫൻതുക്കി സഗീറ ഫമല്ലദീ ശയ്യബക്, നിന്നെ ഞാന് ചെറിയ കുട്ടിയായപ്പല്ലേ മറവ് ചെയ്തത്, മരിച്ചുപോയത്? നീ ഇപ്പൊ എന്താ നീ ഇങ്ങനെ നരച്ചു പോയത്? അപ്പൊ ആ കുട്ടി പറയാണ്, എന്റെ അടുത്ത് പുതിയൊരു കബറ് വന്ന് അതിൽ തീ കത്തിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു, അതിന്റെ ചൂട് വല്ലാതെ ഇങ്ങോട്ട് ബാധിക്കുന്നുണ്ട്, അതാണ് ഞാൻ നരച്ചത് എന്ന്. പിന്നെ അന്വേഷിക്കപ്പെട്ടപ്പോൾ അവിടെ കണ്ടത് തൊട്ടടുത്ത് കള്ളുകുടിയനായ ഒരാളെ അടക്കി എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, പള്ളിക്കാട്ടിൽ ഒരു കള്ളുകുടിയനെ അടക്കി കഴിഞ്ഞാൽ പരിസരത്തുള്ള മയ്യത്തിന് വരെ അവനെ കൊണ്ട് ശല്യമുണ്ടാകുന്നുണ്ട് എന്നാണ് ഈ സംഭവം പറയുന്നത്. കിബിലയിലേക്ക് തിരിച്ചു കടത്തിയ മയ്യത്ത് കള്ളുകുടിയനാണെങ്കിൽ അവനെ ഉടൻ തന്നെ മാറ്റിക്കടത്തും എന്നും കാണാം. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഖുർആൻ പറഞ്ഞതാണ്, വലാ തഖ്തുലു അൻഫുസകും ഇന്നല്ലാഹ കാന ബിക്കും റഹീമ. നിങ്ങളെ ശരീരങ്ങളെ നിങ്ങൾ കൊല്ലാൻ നിൽക്കരുത്, അപകടത്തിലേക്ക് നിങ്ങൾ വലിച്ചിഴക്കരുത്, ശരീരത്തിന് നാശമുണ്ടാകുന്ന കാര്യങ്ങൾ ഉപയോഗിക്കരുത്. ഈ പറയുന്ന വസ്തുക്കളെല്ലാം മാരകമായ രോഗത്തിന് കാരണമാണ്. ഇപ്പൊ ഹാഫിൽ ഓതിയില്ലേ, വഅൻഫിഖു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ വഴിയിൽ നിങ്ങൾ ചെലവഴിക്കുക. വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, നിങ്ങളെ ശരീരങ്ങളെ നിങ്ങൾ ഹലാക്കിൽ കൊണ്ടുപോയിട്ട് ഇടരുത്, ശരീരത്തിന് നാശമുണ്ടാക്കരുത്, ശരീരത്തിന് അപകടമുണ്ടാകുന്ന സാഹസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത്. ഇതൊക്കെയാണ് ആയത്തിന്റെ ഉദ്ദേശം. ചില ആളുകൾ ഉണ്ടാവും അങ്ങനെ സാഹസികം എന്ന് പറഞ്ഞിട്ട് മലയോട് മുകളിൽ കയറുക, അവിടുന്ന് ചാടുക, അതുപോലെ കൈയും കാലും ഒക്കെ കെട്ടിയിട്ട് പുഴയിൽ ചാടുക. ഇങ്ങനെ ശരീരത്തിന് അപകടമുണ്ടാക്കുന്ന സാഹസിക പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യരുത്. ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ നിങ്ങൾ ഉപയോഗിക്കരുത്. വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നിങ്ങൾ സേവനം ചെയ്തോളി, സേവനം ചെയ്യുന്നവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ശ്രദ്ധിക്കണം. വ്യാപകമായിട്ടാണ് ഇതിന്റെ ഉപയോഗങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് തിരിച്ചറിവില്ല. ഇത് ഉപ്പയാണ്, ഉമ്മയാണ്, ഇതെന്റെ പെങ്ങളാണ് എന്നുള്ള രൂപത്തിലുള്ള പെരുമാറ്റമൊന്നും ഉണ്ടാകൂല. ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ. അള്ളാഹു എല്ലാവരെയും നന്നാക്കി തെരുമാറാകട്ടെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ
ഖാലിഖായ അല്ലാമുൽ ഗുയൂബായ റഹ്മാനെ, ഞങ്ങളെയും ഞങ്ങളെ വളർന്നു വരുന്ന മക്കളെയൊക്കെ നീ സ്വലാഹിലാക്കണേ അല്ലാ. നമ്മുടെ ക്ലാസ് ഓൺലൈനിൽ കേൾക്കുന്ന, യൂട്യൂബിൽ കേൾക്കുന്ന ചിലരൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ പ്രയാസങ്ങൾ നീ നീക്കണേ അല്ലാ. ഖുർആൻ പഠിക്കുവാനും പഠിപ്പിക്കുവാനും മനസ്സിലാക്കുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള മഹാസൗഭാഗ്യം നീ നൽകണേ അല്ലാ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.